ഇതിൻ്റെ പാർട്ട് 1 വീഡിയോയിൽ നമ്മുടെ ഈ ഗെയിമിൻ്റെ റൂൾസ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പാർട്ട് 1 വീഡിയോ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ അത് കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഇതിലെ റൂൾസ് എന്താണെന്ന് ഞാൻ ഒന്ന് വേഗത്തിൽ പറഞ്ഞു പോവാം. കുറേ ബൈബിൾ വാക്യങ്ങൾ തരും. ഓരോ വാക്യവും നിങ്ങൾ സൂക്ഷിച്ച് വായിക്കുക. അതിൽ നിന്നും എന്ത് കണ്ടുപിടിക്കേണ്ടതെന്ന് താഴെ കൊടുത്തിരിക്കും. അതനുസരിച്ച് ആ വാക്യത്തിൽ നിന്ന് നിങ്ങൾ കണ്ടുപിടിക്കുക. അപ്പോൾ നമുക്ക് വേഗം ഗെയിമിലോട്ട് പോയാലോ. ഒന്നാമത്തെ വചനം. യവനക്കാർ അങ്ങനെ ചെയ്യുക പതിവായിരുന്നു. ന്യായാധിപന്മാർ 14-ാം അധ്യായം 10-ാം വചനം. ഇതിൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കാനുള്ളത് ഒരു വാഹനത്തിൻ്റെ പേരാണ്. ഏതാണ് ആ വാഹനം? വാഹനത്തിൻ്റെ പേര് കാറാണ്. രണ്ടാമത്തെ വചനം. മരുഭൂമിയും വരണ്ട നിലവും ആനന്ദിക്കും. നിർജ്ജന പ്രദേശം ഉല്ലസിച്ച് പനിനീർ പുഷ്പം പോലെ പൂക്കും. യെശയ്യാവ് 35-ാം അധ്യായം 1-ാം വചനം. ഇതിൽ നിന്ന് നിങ്ങൾക്ക് കണ്ടുപിടിക്കാനുള്ളത് ഒരു രോഗത്തിൻ്റെ പേരാണ്. ഏതാണ് ആ രോഗം? ഉത്തരം പനി. മൂന്നാമത്തെ വചനം. അശുദ്ധാത്മാവ് ഒരു മനുഷ്യനെ വിട്ട് പുറപ്പെട്ട ശേഷം നീരില്ലാത്ത സ്ഥലങ്ങളിൽ കൂടി തണുപ്പ് അന്വേഷിച്ചുകൊണ്ട് സഞ്ചരിക്കുന്നു. മത്തായി 12-ാം അധ്യായം 43-ാം വചനം. ഇതിൽ നിന്ന് നിങ്ങൾക്ക് കണ്ടുപിടിക്കാനുള്ളത് ഒരു മരത്തിൻ്റെ പേരാണ്. ഏതാണ് ആ മരം? ഉത്തരം മാവ്. നാലാമത്തെ വചനം. അതുകൊണ്ട് വിസ്താരം കഴിഞ്ഞിട്ട് എഴുതുവാൻ വല്ലതും ഉണ്ടാകേണ്ടതിന് അവനെ നിങ്ങളുടെ മുൻപിലും. അപ്പോസ്തല പ്രവർത്തികൾ 25-ാം അധ്യായം 26-ാം വചനം. ഇതിൽ നിന്ന് നിങ്ങൾക്ക് കണ്ടുപിടിക്കാനുള്ളത് ഒരു വാഹനത്തിൻ്റെ പേരാണ്. ഏതാണ് ആ വാഹനം? ഉത്തരം വാൻ. അഞ്ചാമത്തെ വചനം. എൻ്റെ കാലടികളാൽ മിസ്രയീമിലെ സകല നദികളെയും വറ്റിക്കുമെന്ന് പറഞ്ഞു. 2 രാജാക്കന്മാർ 19-ാം അധ്യായം 24-ാം വചനം. ഇതിൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കാനുള്ളത് ഒരു സ്ഥലത്തിൻ്റെ പേരാണ്. ഏതാണ് ആ സ്ഥലം? ഉത്തരം കാലടി. ആറാമത്തെ വചനം. അതിൻ്റെ ശേഷം അവർ വളരെ സമ്പത്തോടു കൂടെ പുറപ്പെട്ടു പോരും. ഉൽപ്പത്തി 15-ാം അധ്യായം 14-ാം വചനം. ഇതിൽ നിന്നും കണ്ടുപിടിക്കാനുള്ളത് ഒരു ആഭരണത്തിൻ്റെ പേരാണ്. ഏതാണ് ആ ആഭരണം? ഉത്തരം വള. അടുത്തത് നിങ്ങൾക്കുള്ള ചോദ്യം. നിങ്ങൾക്കുള്ള ഒന്നാമത്തെ ചോദ്യം. അപ്പോൾ അവർ വസ്ത്രം കീറി ചുമട് കഴുതപ്പുറത്ത് കയറ്റി പട്ടണത്തിലേക്ക് മടങ്ങിച്ചെന്നു. ഉൽപ്പത്തി 44-ാം അധ്യായം 13-ാം വചനം. ഇതിൽ നിന്ന് കണ്ടുപിടിക്കാനുള്ളത് ഒരു രോഗത്തിൻ്റെ പേരാണ്. ഏതാണ് ആ രോഗം? നിങ്ങൾക്കുള്ള രണ്ടാമത്തെ ചോദ്യം. ന്യായവിസ്താരത്തിൽ മുഖം നോക്കാതെ ചെറിയവൻ്റെ കാര്യവും വലിയവൻ്റെ കാര്യവും ഒരുപോലെ കേൾക്കണം. ഇതിൽ നിന്ന് നിങ്ങൾക്ക് കണ്ടുപിടിക്കാനുള്ളത് ഒരു പഴത്തിൻ്റെ പേരാണ്. ഏതാണ് ആ പഴം? ശരി ഉത്തരം കമൻറ്റ് ചെയ്യുന്നവരുടെ പേരുകൾ ഞങ്ങൾ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും.